അച്ഛമ്മ ഇതെപ്പോ വന്നു? എത്ര നാളായി വായിരി പതുക്കെ. എത്ര നാളായി ഇത് കണ്ടിട്ട്? പോയ വഴിക്ക് പൊക്കോണം കേട്ടോ. ഇവിടെ ബാക്കിയുള്ള കൊച്ചുമക്കൾ ഉണ്ടെന്നൊന്നും ആലോചിക്കരുത്. കാണാൻ കൊതിയായിട്ട് പാടില്ലായിരുന്നു. ഞങ്ങള് കളിച്ചോണ്ടിരുന്നപ്പോഴാ മുത്തശ്ശി ഓട്ടോന്ന് ഇറങ്ങി വന്നത്. ആണോ? വരേണ്ട സമയത്ത് ഞാൻ വന്നിരിക്കും, കണ്ടിരിക്കും. ഓ മുത്തശ്ശി ഇതെന്താ മുത്തശ്ശി? അത് മുട്ടായ, നിങ്ങളുടെ കഴിച്ചോളൂ. മിഠായി. താങ്ക് യു. ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാവേ. അച്ഛമ്മ മുത്തശ്ശി വന്നേ. അച്ഛമ്മ മുത്തശ്ശി വന്നേ. നമുക്ക് എക്സ്ചേഞ്ച്. അമ്മ ഇനി വന്നോ? ഞാനിപ്പോ ഇങ്ങോട്ടല്ല, പിന്നെ എങ്ങോട്ടാ പോന്നെ? എന്റെ അമ്മ അതല്ല, അമ്മയുടെ മോൻ അമ്മയെ കാണണമെന്നും പറഞ്ഞ് രാവിലെ തന്നെ ശങ്കുണ്ണി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അവൻ പോയിട്ടൊക്കെ പറഞ്ഞു. പിന്നെ എന്നാ ഉണ്ട് അമ്മ വിശേഷമൊക്കെ? വിശേഷമൊക്കെ ഇവിടല്ലേ? ആവേശത്തിലാ. എടി അമ്മ ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരു ക്ഷീണം പോലെ. അമ്മയ്ക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഞാൻ കഴിച്ചോളാം. ഇവിടെ വല്ലതും കഴിച്ചോ? അതെ, എനിക്ക് വിശപ്പില്ല അച്ഛമ്മ, ഞാൻ കഴിച്ചോളാം. അമ്മ വേണം ഇനി അവളെ എന്തെങ്കിലും കഴിപ്പിക്കാൻ. ഒരു വക കഴിക്കുന്നില്ലെന്നേ ഈ പെണ്ണ്. അത് ഞാനാച്ചു. പിന്നെ ഞാൻ അമ്പലത്തിൽ പൂച്ച നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒക്കെ ഡെയിലി കൊടുക്കണം. കൊടുക്കാം. ഇങ്ങനെ നല്ലതാ. നീ കേട്ടല്ലോ അമ്മ പറഞ്ഞത്, കഴിച്ചോണം. നെയ്യല്ല, നെയ്യ് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. നെയ്യും കഴിക്കണം, കൂടെ ഭക്ഷണവും കഴിക്കണം. വേറെ ചില തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്താ അമ്മേ? അത് ഞാൻ പറയാം. സസ്പെൻസ് ആണല്ലോ. അതെ അതെ. എന്താടാ ഉറപ്പിച്ച? ഡായാണോ ഡി ആണോ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ജ്ഞാനനിഷ്ഠയുണ്ട്. മനസ്സിലായോ? മാമ ഇത് വേണോ? ഇത് വേണോ? അതൊന്നും വേണ്ട മാമ. ഈ ചിറ്റപ്പനായിട്ട് വന്നത് പ്രശ്നമാക്കൂ. അയച്ചെടുത്ത വേഗം. നീ വന്നാ? എന്താ വന്നോ? ഇതെന്താ ഞാൻ ഏതാ അഴിച്ചുകൊണ്ടുള്ള പരിപാടിയാണോ? അല്ല അങ്ങനെയല്ലടാ. പിന്നെ നിന്നെ കണ്ടില്ലല്ലോ. എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്റെ റൂമിനകത്ത് എന്റെ ഫാൻ അടിച്ചോണ്ട് വന്നതിന്. ഓ നീയും കൂട്ടിക്കോണല്ലേ? അയ്യോ അല്ല, ഇത് മാമ ഇവിടെ പിടിച്ചോണ്ടപ്പോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എടുക്കണ്ട. ഇതെല്ലാം നീ വിളിച്ചു പറയാം. അച്ഛാ എന്താണ് നീ മൊത്തം കേക്ക്? എടാ എന്റെ റൂമിലെ ഫാനിൽ ഒട്ടും കാറ്റില്ല. ഇതാണ് നല്ല കാറ്റുണ്ട്. കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ റൂമിലെ ഫാൻ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? മൊത്തം കേരള. നീ അത് പറയാൻ സംബന്ധം കേൾക്കണോ? പറഞ്ഞു. അതെ, ഈ കിളി മുത്തശ്ശി വിളിച്ച് കംപ്ലൈന്റ് പറയടാ. മുത്തശ്ശി ഇനി എന്നെ വിളിച്ച് വല്ല വഴക്കൊല്ലം പറഞ്ഞാലോ? വഴക്ക് പറഞ്ഞ ഇയാളെ കേൾക്കണ ഭൂതം. ഞാൻ ഇതെല്ലാരും വിളിച്ചു പറയും. അച്ഛാ തരാടാ ഞാൻ കാറ്റ് കൊള്ളാൻ. മുത്തശ്ശി അങ്ങ് പോകുമ്പോ ഒരു തരാം തിരിച്ച്. ഇവിടെ ഇത് അവക്ക് കാറ്റുകൊള്ളാൻ വേണ്ടിട്ടൊന്നുമല്ല, ഇത് ഇയാൾക്ക് കാറ്റുകൊള്ളാൻ വേണ്ടിട്ട് തന്നെ ഇയാളെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു. എടാ ആ പെണ്ണ് കാറ്റുകൊള്ളാൻ മുത്തശ്ശി ഒന്നും പരാതി പറഞ്ഞെന്ന്. എന്ത് പരാതി പറഞ്ഞു? ഇയാൾ ഫാൻ ഇങ്ങോട്ട് തന്നു. ഫാൻ കൊണ്ടോ പറ്റുന്നില്ല ഭൂതം. ശരി എന്റെ റൂമിൽ ഞാൻ ഫാൻ കിടക്കാൻ പറ്റുന്നില്ല. എന്റെ ഫാൻ എടുത്തോണ്ട് പോകുന്നു റൂമിൽ കയറി. ഫാൻ എടുത്തോണ്ട് പോകണത് അളിയാ, അത് കിളിക്ക് കാറ്റ് കിട്ടണില്ല. നമ്മളെ റൂമിലെ ഫാന് നേരെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ മുത്തശ്ശിരുന്ന് പരാതി പറഞ്ഞു. കിളി എങ്ങനെ പറഞ്ഞു? ഓ എന്നാ പിന്നെ എടുത്തോട്ടെ അല്ലേടാ? പറഞ്ഞു എടുത്തോ പറഞ്ഞളിയാ. അതല്ലേ ഇയാൾ ആദ്യം പറഞ്ഞു ഇയാൾക്ക് വേണ്ടിട്ടാണ് പറഞ്ഞത്. അയ്യോ ഞാൻ അങ്ങനെ ചെയ്യൂ. എടാ മുത്തശ്ശി പോകുമ്പോ തിരിച്ചങ്ങ് തരാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛമ്മ ഇവിടെ വന്നിട്ടുണ്ട്. വെറുതെ വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. വെറുതെ എനിക്കറിയാലോ, നമ്മളങ്ങനെ ഉണ്ടാക്കാം. എടുത്ത് വെച്ച് തിരിച്ചു വെച്ചേക്കോ. എനിക്ക് പുതിയ ഫാൻ മേടിച്ചു തരണം. എനിക്ക് പുതിയ ഫാൻ മേടിച്ചു തരണം എന്ന് പറയാ. ആളിയാ പിന്നെ ആളിയാ പിന്നെ കിളിക്ക് എന്തെന്നൊക്കെയോ ചെയ്തു കൊടുക്കണമെന്ന് മുത്തശ്ശി പറയാ. എന്തോന്നായിരുന്നു അത്? എന്നാ പിന്നെ അത് ചെയ്തു കൊടുത്താൽ അച്ഛമ്മടുത്ത് തന്നെ പോയി ചോദ്യം എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ഇയാൾ ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ടാ ശരിയാവില്ല. അമ്മയടുത്ത് ചോദിക്കും. എന്നാ അമ്മയടുത്ത് പോയി ചോദ്യം. എനിക്ക് പുതിയ ഫാൻ മേടിച്ചു തരണം. എന്നാലും ഇന്ന് മാറിയാണ്. മാറി കട്ടിൽ നീ കാണാൻ. പുതിയ ഫാൻ വേണം. പിന്നെ പുതിയ ഫാനേ? ഈ പഴഞ്ഞ ഫാനിന് വരും. എടാ എനിക്ക് പുതിയ ഫാൻ വേണോന്ന്. എടാ ചെറുക്ക ഇതൊക്കെ ഊരി തിരിച്ചു തരാടാ. പിന്നെ പുതിയ ഫാൻ വാങ്ങിക്കാൻ പോവില്ല.
എടേ ബഹളം ഉണ്ടാക്കല്ലേ, ബഹളം ഉണ്ടാക്കാതെ. പുതിയ ഫാനും കോപ്പം കൊണ്ട ഈ ബെഡ്ഷീറ്റും പുതപ്പും കട്ടിലും കൊണ്ടാ ഇടുന്ന ഉറങ്ങുന്ന ഇതുകൂടെ ഊരിത്തരാം. അത് നമുക്കുണ്ട്. എടാ ബഹളം ഉണ്ടാക്കാതെടാ. ഇല്ല ബഹളം ഉണ്ടാക്കില്ലടാ, അങ്ങനത്തെ കിടക്കാൻ പറ്റൂ.